ഞങ്ങൾ CPM കേരളത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് BJP. കോൺഗ്രസ് കേരളത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് BJP. CPM 15,000-ന് മുകളിൽ സ്ഥാനങ്ങളിലാണ് മത്സരിക്കുന്നത്. കോൺഗ്രസും 15,000-ന് മുകളിൽ സ്ഥലങ്ങളിലേ മത്സരിക്കുന്നുള്ളൂ. ഞങ്ങൾ മാത്രം 19,871 സ്ഥലങ്ങളിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. ഞങ്ങൾ കേരളത്തിൽ 2,000-ഓളം സ്ഥലങ്ങളിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. അതായത് 23,505-ൽ 21,065 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയുണ്ട്. 23,505-ൽ 21,065 സ്ഥലങ്ങളിൽ BJP NDA സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അത്രയും സ്ഥാനങ്ങളിൽ ഇല്ല. ഞങ്ങൾ 4,000, 6,000, 8,000 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി ഇല്ലാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഞങ്ങൾ CPM കേരളത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് BJP. കോൺഗ്രസ് കേരളത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് BJP. CPM 15,000-ന് മുകളിൽ സ്ഥാനങ്ങളിലാണ് മത്സരിക്കുന്നത്. കോൺഗ്രസും 15,000-ന് മുകളിൽ സ്ഥലങ്ങളിലേ മത്സരിക്കുന്നുള്ളൂ. ഞങ്ങൾ മാത്രം 19,871 സ്ഥലങ്ങളിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. അപ്പോൾ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളുണ്ടാകാം, അത് ഞങ്ങളില്ലാന്ന് പറയുന്നില്ലല്ലോ. ഞങ്ങൾ ഈ കേരളം കഴിഞ്ഞ 70 വർഷമായിട്ട് ഭരിക്കുന്ന പാർട്ടിയൊന്നും അല്ലല്ലോ. ഞങ്ങൾക്ക് പാർട്ടിയുടെ സംഘടനാ സംവിധാനം, ഇവിടെ പല മാധ്യമങ്ങളും എന്താണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് തള്ളി മറിക്കുന്നത്? 8,000 സീറ്റിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല, 10,000, അത് കുറച്ചുകൂടെ കഴിഞ്ഞ് സോഷ്യൽ മീഡിയ വഴി 10,000 സീറ്റിൽ സ്ഥാനാർത്ഥിയില്ല. ഞങ്ങൾ കേരളത്തിലെ BJPയുടെ ചരിത്രത്തിലെ റെക്കോർഡ് മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട്. ഇതിനെക്കുറിച്ചും വസ്തുതകൾ ജനങ്ങളിലേക്ക് അറിയിക്കാൻ ഉത്തരവാദിത്വപ്പെട്ടവർ അത് അറിയിക്കണ്ടേ? ഇനിയിപ്പോൾ 2,000 സ്ഥലത്തും കൂടി ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തണം. അത് ചില മാധ്യമ സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളുടെയും കൂടെ ആഗ്രഹമാണ്. അത് മാധ്യമ സുഹൃത്തുക്കളുടെ ആഗ്രഹവും BJPയുടെ ആഗ്രഹവും ഒന്നായിട്ട് വരുന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ചില സ്ഥലത്ത് ചില ആൾക്കാർ മത്സരിക്കുന്നുണ്ട്. ചിലരൊക്കെ ഇന്നലത്തോടുകൂടി സംസാരിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ചിലരെയും കൂടെ ഒഴിവാക്കേണ്ടതുണ്ട്. അത് വരുന്ന 1-2 ദിവസങ്ങളിൽ അവരെ സൈലൻ്റ് ആക്കാനോ അല്ലെങ്കിൽ അവരോട് പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് നിൽക്കാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നാമമാത്രമാണ്, ഒറ്റപ്പെട്ടതാണ്. പക്ഷേ കേരളം ഭരിക്കുന്ന ഇവിടെ ഉരുക്ക് മുഷ്ടിയും ഉരുക്ക് മറയും ഒക്കെ വെച്ച് പ്രവർത്തിക്കുന്ന CPM-ന് ഈ കേരളത്തിൽ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ഉൾപ്പെടെയുള്ളവർ, ബ്യൂറോ ചീഫ് ഉൾപ്പെടെയുള്ളവർ വിമത സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന CPM-ൻ്റെ അവസ്ഥയെ ഓർത്ത് നമുക്ക് കരയാം. BJPക്ക് ഇങ്ങനെയുള്ള ചില ഒറ്റപ്പെട്ട സംഭവമുണ്ട്, അത് ഞങ്ങൾ പരിഹരിച്ചോളാം. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഞങ്ങൾക്ക് നഗരസഭയിൽ മുനിസിപ്പാലിറ്റികളിൽ 82 സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളുള്ളൂ. 82% സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥിയുള്ളൂ. കോർപ്പറേഷനുകളിൽ 99% സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി, 1% സ്ഥലത്ത് 2 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയില്ല. അതാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. ശരിയാണ്. എന്ത് തിരിച്ചടി? ഞങ്ങൾ പറഞ്ഞില്ലേ, കേരളത്തിൽ 19,000 താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട്. CPM-ന് കണ്ടുപിടിക്കേണ്ടതിനേക്കാൾ ഏകദേശം 50% സ്ഥാനാർത്ഥികൾ BJPക്ക് കണ്ടുപിടിക്കണം കേരളത്തിൽ. കോൺഗ്രസ്സിന് കണ്ടുപിടിക്കേണ്ടതിനേക്കാൾ 50%-ലേറെ സ്ഥാനാർത്ഥികൾ BJP കണ്ടുപിടിക്കണം. അവർക്ക് 15,000 സ്ഥലത്ത് മത്സരിച്ചാൽ മതി. ഞങ്ങൾക്ക് 19,000, 20,000 സ്ഥലത്ത് താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ മത്സരിപ്പിക്കണം. അത് ഞങ്ങൾ മത്സരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. 20,065 സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു. 21,065 സ്ഥലത്ത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾ വയ്ക്കുന്ന ഓരോ ലക്ഷ്യവും നേടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 8 മാസമായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരോടും കേരള സമൂഹത്തിൻ്റെ മുമ്പിലും എന്തൊക്കെയാണോ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചു പോയത്, അത് സംഘടനയ്ക്കകത്തും പുറത്തും, ആ ലക്ഷ്യങ്ങൾ ഓരോന്നും സമയബന്ധിതമായിട്ട് നേടിക്കൊണ്ടാണ് പാർട്ടിയുടെ പ്രവർത്തനം. ഇനി തെരഞ്ഞെടുപ്പിന് 10-16 ദിവസം മാത്രം അവശേഷിക്കുമ്പോഴും പാർട്ടി എത്തിയിരിക്കുന്നത്. ഞങ്ങൾ വച്ചിരിക്കുന്ന ഓരോ ലക്ഷ്യവും ഞങ്ങൾ അച്ചീവ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്.
അതുകൊണ്ട് ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. BJP കേരളത്തിൽ എന്ത് നേടാനാണോ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾ നേടും. സുഹൃത്തെ അതൊക്കെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റിനോടോ പഞ്ചായത്ത് പ്രസിഡന്റിനോടോ ചോദിക്കുക. ഞാനിപ്പോൾ കേരളത്തിലെ 23,000 വാർഡുകളെക്കുറിച്ചും എന്നോട് ഈ സമയത്ത് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ ചോദിക്കും, ലോക്കലായിട്ട് ചോദിക്കും. MS കുമാറിൻ്റെ വീട്ടിൽ പാർട്ടിക്കാർക്ക് പൊക്കൂടെ? മുമ്പും പോകുന്നുണ്ട്, അതിന് ശേഷവും പോകുന്നുണ്ട്, ഇനിയും പോകും. അതെ, സംസ്ഥാന അധ്യക്ഷൻ എന്താ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ വീട്ടിൽ പൊക്കൂടെ? എന്തോ ആയിക്കോട്ടെന്നേ, അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തകനാണ്, നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രമല്ല, സംസ്ഥാന അധ്യക്ഷൻ ഈ തിരുവനന്തപുരത്ത് പലരുടെയും വീട്ടിൽ പോകുന്നുണ്ട്, കേരളത്തിൽ പലരുടെയും വീട്ടിൽ പോകുന്നുണ്ട്. നാളെ അദ്ദേഹം കോഴിക്കോട് പലരുടെയും വീട്ടിൽ പോകുന്നുണ്ട്, മറ്റന്നാൾ കണ്ണൂർ പലരുടെയും വീട്ടിൽ പോകുന്നുണ്ട്. ഇത് സംസ്ഥാന അധ്യക്ഷന് പൊക്കൂടെ? ആര് ചർച്ച നടത്തി, ആര് ഫെയിലായി, ആര് വിജയിച്ചു എന്നതിൻ്റെ എന്ത് പ്രോഗ്രസ് റിപ്പോർട്ടാണ് താങ്കളുടെ കയ്യിലുള്ളത്? എന്ത് ആത്മഹത്യ, എന്തിനെ കുറിച്ചാണ് താങ്കൾ പറയുക? BJP നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടേ? BJP ഇത്രയും സ്ഥാനാർത്ഥിയെ അല്ലല്ല, നിങ്ങൾക്ക് BJP ഇത്രയും സ്ഥാനാർത്ഥിയെ നിർത്തിയതിൻ്റെ ചൊരുക്കല്ലേ? ഇതൊന്നും ഈ പത്രസമ്മേളനത്തിൽ പറയേണ്ട വേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇത്തരത്തിൽ അല്ലല്ല, നിങ്ങൾക്ക് BJP കേരളത്തിൽ അച്ചീവ് ചെയ്ത് കേരളത്തിൽ മുന്നേറുന്നത് കണ്ടാൽ ദഹിക്കാത്ത, സഹിക്കാത്ത ചൊരുക്കുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളും അനവസരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കും. ഇതിനൊന്നും ഉത്തരം പറയാൻ വേണ്ടിയല്ല BJP ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. BJP ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് അല്ല, എൻ്റെ സുഹൃത്തെ 10,000 സ്ഥലങ്ങളിൽ BJP സ്ഥാനാർത്ഥിയില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്താ അസുഖം? അവരുടെ അസുഖം എന്താ? 8,000 സ്ഥലങ്ങളിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല എന്ന് കൊട്ടിഘോഷിച്ച് ഇപ്പൊ രാവിലെ ഈ ന്യൂസ് കൊടുത്തവരുടെ അസുഖം എന്താ? ഇതാണ് ചുരുക്കെന്ന് പറയുന്നത്. ഈ പണി ചെയ്യുന്ന പത്രക്കാർ പാർട്ടിയുടെ ഔദ്യോഗികമായി അഭിമാനത്തോട് കേരളത്തിൽ വസ്തുതാപരമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തി BJP കേരളത്തിൽ നേടിയ നേട്ടം അഭിമാനത്തോട് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരുമാതിരി മൂന്നാംകിട മാർക്സിസ്റ്റുകാരനെ പോലെ ചോദ്യം ചോദിക്കുന്നതിനാ, SDPIക്കാരനെ പോലെ ചോദ്യം ചോദിക്കുന്നതിനാ. അതിന് ഉത്തരം പറയും. അതിനിങ്ങനെയാണ് ഉത്തരം. മനസ്സിലായില്ലേ? അതിനിങ്ങനെയാണ് ഉത്തരം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നീതിപൂർവമാണ്, വസ്തുതാപരമാണ്. പാർട്ടിയെ വസ്തുതകൾ പറഞ്ഞിട്ട് പാർട്ടിയെ രാഷ്ട്രീയപരമായിട്ട് വിമർശിച്ചാൽ ഏത് രാഷ്ട്രീയ ചോദ്യത്തിനും ഉത്തരം പറയാൻ BJPയുടെ ഒരു സാധാരണ പ്രവർത്തകനും സാധിക്കും. പാർട്ടിയുടെ നിലപാടുകളെ സംബന്ധിച്ചുള്ള ചോദ്യമോ ആദർശത്തെ സംബന്ധിച്ചുള്ള ചോദ്യമാണെങ്കിലും ഏതൊരു പാർട്ടി പ്രവർത്തകനും അതിനൊക്കെ ഉത്തരം പറയാൻ സാധിക്കും. പാർട്ടിയുടെ ഭരണ മികവിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണെങ്കിലും ഏതൊരു പാർട്ടി പ്രവർത്തകനും ഉത്തരം പറയാൻ സാധിക്കും. പക്ഷെ നിക്ഷിപ്തമായ അജണ്ടയും ഗൂഢാലോചനയും കുതന്ത്രവും വെച്ച് പാർട്ടിയെ അധിക്ഷേപിക്കാനും അവഹേളിക്കാനും ഉദ്ദേശിച്ചുള്ള ചോദ്യങ്ങൾക്ക് അത് അർഹിക്കുന്ന രീതിയിലേ ഉത്തരം തരാൻ സാധിക്കൂ. അത്രേ ഉള്ളൂ.